അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊന്നും കാണുമ്പോഴോ വിഷമം അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാറില്ല? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ശരിക്കും ജാസി എന്ന് പറയുന്നത്, ജാസിക്ക് ആണായിട്ടിരിക്കാനാണോ അത് പെണ്ണായിട്ടിരിക്കാനാണോ കൂടുതൽ ഇഷ്ടം? അത് ഉത്തരം പറ. അത് പറങ്ങട് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാൻ ഒരുപാട് റീൽസ് കാണുമ്പോൾ ഈ കമന്റ് സെക്ഷനിൽ കാണുന്ന ഒരു കമന്റ് ആണ് അണ്ടിത്താത്ത എന്നൊരു കമന്റ് ഒരുപാട് പേര് ഇങ്ങനെ ഇടുന്നുണ്ട്. ശരിക്കും അത് കേൾക്കുമ്പോ ചേച്ചിക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നേ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്നാ ജോത്സ്യം പറഞ്ഞേ. അണ്ടിത്താത്ത അല്ലെങ്കിൽ കോൽക്കളി, കുണ്ടൻ, ചാന്തുപൊട്ട്, 9 ഇതൊക്കെ ഒരുപാട് കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അത് ഇത്ര കഷ്ടായി പോയിട്ടോ, എത്ര വിഷമം ഉണ്ടാവൂലേ? കമന്റ്സ് ഒക്കെ കാണുമ്പോ അതിന് റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ ചില കമന്റ് കാണുമ്പോൾ എനിക്ക് നല്ല റിപ്ലൈ കൊടുക്കണം തോന്നാറുണ്ട്. വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞത് ലേഡീസ് കോസ്റ്റ്യൂം ആണല്ലോ, അപ്പൊ ഉള്ളിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങളും ലേഡീസിന്റെ തന്നെയാണോ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഒരു സാധനം വലുതാകും ചെറുതാകും, എന്ത്? നാവ്. അല്ല, അത് വലുതാവോ? ഇടയ്ക്ക് ഞാൻ നല്ലോണം വലുതാകും. മനസ്സിലായി. തലകുത്തി നിന്നാൽ വലുതാകുന്നതാര്? തലകുത്തി നിന്നാൽ വലുതാകുന്നതാര്? ക്ലൂ തരാം, ഒരു നമ്പറാ. നമ്പറാണോ? ആ നമ്പർ എന്നോട് വേണ്ട മോളെ. 9 ആണോ 6 ആണോ? 6. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ക്വസ്റ്റ്യൻസ്. വെളച്ചിലാണിത്, കൂടുതൽ നോക്കരുത്. സത്യം പറഞ്ഞാല് ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ ആണ്. അവര് ചാന്തുപൊട്ട് അല്ലെങ്കിൽ 9 ഉണ്ട് അങ്ങനെ, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. നമുക്കൊരു കൈയില്ല അല്ലെങ്കിൽ നമുക്കൊരു കാഴ്ച ശക്തി ഇല്ല, പക്ഷെ അതിനെക്കാട്ടും ഉപരിയാണ് ഈ ഒരു ലൈഫിന്റെ ഇടയിൽ കിടന്ന് വളരുന്ന ഒരു ത്രൂ ഔട്ട് ലൈഫ്. ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? എങ്ങനെ? ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? സോറി, എനിക്ക് മനസ്സിലായില്ല. അല്ല, ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? അതിപ്പോ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്താ? അല്ല, കോമൺ ആയിട്ട് എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ്. അതിന് കാശുവല്ലോ അല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മോളോട്. ഇപ്പൊ ഇതിപ്പോ മോളിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ എല്ലാ സർജറിയും കഴിഞ്ഞു എന്നാണ്. ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ മുമ്പിൽ തുറന്നു കാണിക്കണം. അതല്ല ഉദ്ദേശം. എല്ലാ സർജറിയും കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. മോളുടെ ശരീരഭാഗങ്ങൾ എനിക്ക് കാണുമെന്ന് പറഞ്ഞ മോള് കാണിച്ചു. വേണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാണിച്ചാലാണോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? ഒരിക്കലും എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട്. ഒരു ട്രാൻസ് പെൺകുട്ടി, അവളെല്ലാ സർജറിയും ചെയ്ത വ്യക്തിയാണ്. അവളോട് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവളെല്ലാ ഭാഗങ്ങളും കാണിച്ചു തരണോ? അത് വളരെ മോശമായി പോയി. എനിക്ക് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ എടുക്കാൻ ഒരു താല്പര്യമില്ല. പ്രത്യേകിച്ച് എനിക്ക് എന്റെ ജെൻഡർ ഐഡന്റിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പറഞ്ഞു കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ